വാസന്റെ സ്ഥിരം ഭക്താണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇന്നെനിക്ക് ഈ തിങ്കളാഴ്ച കിട്ടോ. തിങ്കളാഴ്ച വ്രതം നല്ലതാ. വേഗം വിവാഹം നടക്കും. വിവാഹം താമസിച്ച് നടന്നാലും മതി, ഭർത്താവ് നല്ലവനായിരിക്കണം. വാസന്തി, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ എനിക്ക് ജോലി കിട്ടി. BSc പാസ്സായി നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടി. MA പാസ്സായി നിന്റെ ചേട്ടൻ ഇപ്പോഴും കലപ്പയും കാളയുമായി നടക്കുന്നു. രാമു ചേട്ടനെ ഈ സർക്കാർ ഉദ്യോഗത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ. വാസന്തിയുടെ അച്ഛൻ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോഴേ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചതും എന്നെ പ്രത്യേകമായി ഒന്ന് കണ്ടേക്കണം കേട്ടോ. എപ്പോഴാ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? പിന്നെ ഞാൻ തൊഴുതിട്ട് വരട്ടെ, നാളെ കാണാം. ഇത്തവണത്തെ വൈക്കോല് പോലും കൊണ്ടുപോയി. നെല്ലിനോ വിലയില്ല, പിന്നെ വൈക്കോല് കിട്ടിയിട്ട് എന്നാ കാര്യം? ഇനിയുള്ള കാലം കൃഷിപ്പണി കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ചാത്ത. എന്നിട്ട് നമ്മുടെ രാമുക്കുഞ്ഞ് പറയണത് കൃഷിപ്പണി സർക്കാർ ഉദ്യോഗത്തെക്കാളും നല്ലതാണെന്നല്ലേ? MA ജയിച്ചവൻ കൂലിക്കാരെ പോലെ വയലിൽ കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തൊലി പൊള്ളിയുന്നു. കാണുന്നവരെല്ലാം അത് തന്നെയാ പറയണത്. ഇവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എവിടെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടത്തില്ലായിരുന്നു. ആ തല വിയർപ്പ് ഒഴുകുന്നു. ഇനി രാത്രി ചുമച്ചിട്ട് ഉറങ്ങണ്ട. മൂത്ത മെമ്പറാൻ അങ്ങ് കയറിയാട്ടെ. ഇനി ഇത്രയല്ലേ ഉള്ളൂ, അത് ചാത്തം വലിച്ചു കൂട്ടിക്കോളാം. ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ, രാമു വന്നിട്ട് വലിച്ചു കൂട്ടും. എടി, അവനിങ്ങനെ വൈക്കോലും മാറിക്കൂട്ടി നിലോ ഉഴുത് നടക്കുന്നതല്ലയോ നിനക്ക് വെറുപ്പി? ഞാൻ എന്തോ വേണമെന്നായി പറയുന്നത്? എടി, അവന്റെ കൂടെ പഠിച്ചവന്മാരെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് സർക്കാർ ശമ്പളം മേടിച്ച് അന്തസ്സായിട്ട് കഴിയുന്നു. കായ മടി വെക്കാം, കമുകായാലോ. രാമുക്കുഞ്ഞൊരു പ്രത്യേക പോക്കാ. ദേ ശാന്തി വരുന്നു. പ്രസാദ്, ഇന്നെന്താ കുഞ്ഞിന്റെ പിറന്നാളായിരിക്കും? അല്ല ചാത്ത, അവൾക്കൊരു ജോലി കിട്ടി. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാ. എന്റെ പരദൈവങ്ങളെ, കുഞ്ഞിനെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയല്ലേ. അതാ രാമു വരുന്നല്ലോ. ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകേണ്ടവൻ വരുന്ന വരവ് കണ്ടി. എല്ലാരും സർക്കാർ ജോലിക്ക് പോയാലേ ഈ നാടെങ്ങനെ നന്നാവും? കൃഷിപ്പണി ആര് ചെയ്യും? അവൻ അവന്റെ വയലിലല്ലേ ജോലി ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പോലെ ചിന്താബാദ് വിളിക്കാനും ചൂത് കളിക്കാനും അല്ലല്ലോ പോയത്. നീ പോയോ? എവൾ ഒരുത്തിയാണ് അവനെ ഈ നിലയിലാക്കിയത്. ദേഷ്യപ്പെടേണ്ട, ആ കമ്പനി വരണം, ഞങ്ങൾ ചിക്കിക്കൊള്ളാം. അതെ, വരണം. സ്ഥല ഉയർത്താൻ ചോമിക്കും. ഞാനോ? ഞാൻ ചുമയ്ക്കും. ഞാൻ ഇങ്ങോട്ട് ജോലി ചെയ്തിട്ട് അയ്യോ, എന്റെ കാലേ. അമ്മ കരയാതെ അമ്മുമ്മ. അയ്യോ, എന്റെ കാല് കുത്തി വലിക്കുന്നേ. അച്ഛൻ വരുമ്പോ വേറെ മരുന്ന് വാങ്ങിക്കൊണ്ട് വരും. അമ്മ കരയാതെ അമ്മുമ്മ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്താ മോളെ? കൈ പൊള്ളിയോ? സാരമില്ല, ഇതാ മോക്ക് മിഠായി. ചത്തവളങ്ങ് പോയി. ഈ കുഞ്ഞിനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താതെ എവിടെങ്കിലും ചെന്നൊരു സംബന്ധം ചെയ്യുമോ? എനിക്കിനി അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന്. വല്ല വിധവും എന്റെ മോളെ വളർത്തിയെടുക്കണം. എടാ, ഞാനോ തളർവാദം പിടിച്ച് കിടപ്പായി. കളിച്ചു വളരണ്ട ഈ പിഞ്ചു കുഞ്ഞ് എന്റെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ മോനെ. നാളെ മുതൽ ഇവിടെ ഒന്നും വെക്കണ്ട, നമുക്ക് ഊണ് ഹോട്ടലിൽ നിന്ന്. എന്നാലും നിനക്കൊരു സംബന്ധം ചെയ്തുകൂടാ? അച്ഛമാര് ചപ്പവരൊക്കെ സന്യസിക്കാന്നോടാ പതിവ്. അമ്മേ, ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരനാണെന്നും
ഈ പഞ്ചായത്ത് മുടിക്കുകയാണെന്നുമാണ് ആ രാമു പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് രാമുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛനെ ആയുധമാക്കരുത്. അതല്ല മോളെ, അങ്ങനെയുള്ള ഒരുത്തന്റെ സഹോദരിയെ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗത്തിന് നിയമിക്കണമായിരുന്നോ എന്നാണ് ദാസപ്പൻ ചോദിച്ചു വരുന്നത്. ശാന്തി എന്റെ കൂട്ടുകാരിയാണ് അച്ഛാ. ഇതൊക്കെ സർപ്പസന്തതികളാണ്. വാസന്തിയുടെ ശുദ്ധഗതി കൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ ശുദ്ധഗതിയൊക്കെ എനിക്കറിയാം. നീ ദാസപ്പനോട് പരിഭവിക്കുന്നതിനാ? ആ രാമു നമ്മുടെ ശത്രു തന്നെയാ. അതിന് ശാന്തി എന്ത് പിഴച്ചു അച്ഛാ? ഏതായാലും അവർക്ക് ജോലി കൊടുത്തില്ലേ, അതുപോലെ. ഇതാ മാമ മരുന്ന്. ആ, അല്ല, ശേഷകാരി ഇന്ന് അമ്പലത്തിൽ പോയില്ലേ? ഇല്ല. നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? സമയമായി വരുന്നോ? ആ, ചെല്ല, വേഗം ചെല്ല്. വരൂ അമ്മൻ. വാസന്തിക്ക് ഇവറ്റുകളെ ഒന്നും ശരിക്കറിഞ്ഞൂടാ. നമ്മുടെ പഞ്ചായത്തിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഈ ശത്രു സന്തതികളെയൊക്കെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയാൽ. ഹേയ്, ഇവളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണോ ദാസപ്പ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ദാസപ്പൻ പിള്ളേ. ഗുഡ് മോർണിംഗ്. എന്താ വരാൻ താമസിച്ചത്? ഓഫീസിൽ പോകുന്ന മുമ്പ് ഇതിലെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ വൈഫും സെർവന്റുമായിട്ട് ഒരു ഗലാട്ട. എന്തോന്ന് കലാട്ട? വൈഫ് സെർവന്റിനെ തല്ലി, സെർവന്റ് തിരിച്ച് വൈഫിനെ തല്ലി. ആകെ ഡേഞ്ചറായി. കൊള്ളാമല്ലോ, വേലക്കാരിയും ഭാര്യയുമായിട്ട് അടിപിടി. വൈഫ് സെർവന്റിനെ ഡെയിലി ഉதைക്കാറുണ്ട്. ബട്ട് സെർവന്റ് വൈഫിനെ ഉதைക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് സാർ. എന്നിട്ട് എന്തായെന്ന് പറയടോ? എന്താകാനാണ് സാർ? സെർവന്റിന്റെ വീട്ടിലേക്കും വൈഫ് വൈഫിന്റെ വീട്ടിലേക്കും പോയി. ഓ, അപ്പൊ തന്റെ ശല്യം അവസാനിച്ചല്ലോ. ഇല്ല സാർ, ശല്യം തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ മുതൽ കിച്ചൺ വർക്ക് മുഴുവനും ഞാനായിരുന്നു. എന്ന് പറഞ്ഞാൽ മേലും താൻ താമസിച്ചേ വരുള്ളൂ എന്നർത്ഥം. നോനോ, വൈഫ് പോയാൽ സെർവന്റ് വരാമെന്ന് രഹസ്യമായി എഗ്രി ചെയ്തിട്ടാണ് പോയത്. അത് ശരി. അപ്പോൾ സ്വാമിയും സർവന്റും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു അതല്ലേ? കറക്റ്റ്. വൈഫിനെ സെർവന്റിനെ വളരെ ഡൗട്ടാണ്. എന്താ സ്വാമി അങ്ങനൊരു സംശയം വരാൻ? നമ്മുടെ സെർവന്റ് കേൾ വൈഫിനേക്കാൾ വളരെ എഫിഷ്യന്റ് ആണ്. സ്വാമിയുടെ സർവന്റിനെ ഞാൻ ഇതുവരെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ഒന്ന് കാണണം. ബ്യൂട്ടിഫുൾ കേൾ, അതായത് സ്ലിം ബ്യൂട്ടി, തങ്ക കമ്പി. അതാണ് സ്വാമിയുടെ ഭാര്യ കൂടെ കൂടെ പിണങ്ങി പോകുന്നത്. പോയിട്ടുമേ വൈഫ് പിണങ്ങി പോകുമ്പോഴാണല്ലോ സെർവന്റ് കേളിന്റെ സിൻസിയാരിറ്റി മനസ്സിലാവുന്നത്. ആ, സ്വാമി, നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു ലേഡി ക്ലർക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ലേഡി? നമ്മുടെ ആ രാമുവിന്റെ സഹോദരി ശാന്തി. അയ്യോ, അത് ഡേഞ്ചറാണ് സാർ. നമ്മുടെ ഓഫീസിൽ പല സീക്രട്ടുകളും ഉണ്ട്. ഇടൂ, അതിനല്ലേ തന്നെ ഇവിടെ നേരത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നത്. റൈറ്റ്, അവളെ ഞാൻ ഏറ്റെടുക്കുന്നു. അവളെ ഏറ്റെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഓഫീസിലെ രഹസ്യങ്ങൾ ചോർന്നു പോകരുതെന്ന്. നെവർ, പോകവേ മാറ്റേ. ആ, ഓ, മറ്റു മാസം